നേരത്തെ അത് ഗൾഫിലേക്ക് പോകുന്നവരാവശ്യപ്പെട്ടിരുന്ന ഒരാവശ്യമാണ്. ഗൾഫിലെത്തിയാൽ നല്ലൊരു തൊഴിൽ, നല്ലൊരു ജോലി, നല്ലൊരു സ്ഥാപനം. ഇത് ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും, അതായത് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്ന് ഇനി ഇവിടെ നാട്ടിൽ ഒരു ഉപജീവന മാർഗം, ഒരു തൊഴിൽ കിട്ടണം, അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ, അല്ല ഗൾഫിലേക്ക് തന്നെ തിരിച്ചുപോയി അല്ലെങ്കിൽ പുതുതായി പോകുന്നവർ, അവിടെ പോയി ഒരു പുതിയ സംരംഭം, ഒരു തൊഴിൽ കിട്ടണം, അതേപോലെ പഠനവും മറ്റുമൊക്കെ കഴിഞ്ഞ് നല്ലൊരു ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന, നല്ലൊരു ജോലി ആഗ്രഹിക്കുന്ന എല്ലാ ആളുകൾക്കും ചെയ്യാൻ പറ്റിയ ഒരു അമലാണ് നിർദ്ദേശിക്കുന്നത്. ആഗ്രഹിക്കുന്ന ജോലി, നമുക്ക് അനുയോജ്യമായ നല്ല ഒരു ജോലി കിട്ടാൻ എല്ലാ ദിവസവും പരിശുദ്ധമായ സുബഹി നിസ്കാരത്തിന്റെ മുമ്പ്, സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം 41 തവണ സൂറത്തുൽ ഫാത്തിഹ ഓതുക. അതോടൊപ്പം തന്നെ 5 വഖത്ത് നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ അലം നശ്റഹ് എന്ന സൂറത്ത് 40 തവണയും, അലം നശ്റഹ് ലക സദ്റക് എന്ന സൂറത്ത് 40 തവണ, അങ്ങനെ 7 ദിവസം പതിവാക്കുക. നമ്മളൊരു നല്ലൊരു തൊഴിൽ അന്വേഷിക്കുന്നു, ഒരു ഉദ്യോഗാർത്ഥി, പഠനം കഴിഞ്ഞവർ, അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോകുന്നവർ, അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നവർ, ഇനി ഒരു ഉപജീവന മാർഗം തേടുന്നവർ 7 ദിവസം ചെയ്യേണ്ട ഒരു അമലാണ്. ഒന്ന്, സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കണം. സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയും സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിന് ശേഷം 41 തവണ സൂറത്തുൽ ഫാത്തിഹ ഓതുകയും പിന്നെ സുബഹി നിസ്കാരത്തിന് ശേഷം 40 തവണ അലം നശ്റഹ് ലക സദ്റക് എന്ന സൂറത്ത്, അലം നശ്റഹ് ലക സദ്റക് എന്ന സൂറത്ത്, അത് 5 വഖത്ത് നിസ്കാരത്തിന് ശേഷവും, പിന്നെ ളുഹറിന് ശേഷവും അസറിന് ശേഷവും മഗ്‌രിബിന് ശേഷവും ഇശാക്ക് ശേഷവും, അങ്ങനെ 7 ദിവസം ഇൻഷാ അല്ലാഹ് പതിവാക്കുക. നല്ല ജോലി, നല്ല സാമ്പത്തികമായ വഴികൾ ലഭിക്കാൻ കാരണമാകും എന്ന് മഹാന്മാരായ ഉലമാ പഠിപ്പിച്ചതാണ്. നല്ല നിയ്യത്തോടുകൂടെ ഇൻഷാ അല്ലാഹ് ഈ 2 കാര്യം, ഒന്ന് സുബഹിക്ക് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം 41 തവണ ഫാത്തിഹ ഓതുക, എന്നിട്ട് സുബഹി നിസ്കരിക്കുക. പിന്നെ സുബഹി നിസ്കാരത്തിന് ശേഷം സാധാരണയുള്ള ദിക്റുകളും പ്രാർത്ഥനകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം 40 തവണ അലം നശ്റഹ് എന്ന സൂറത്ത്. അത് ഒരുപക്ഷെ യാത്രയിലൊക്കെ ആവും, നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് ചിലപ്പോൾ ധൃതി പിടിച്ച് പോകേണ്ടി വന്നു, എന്നാലും ആ യാത്രയിലോ നടത്തത്തിലോ ഒക്കെ ആവാം, ഇരുന്ന് തന്നെ ഓതണമെന്നില്ല. അത് ളുഹർ, അസർ, മഗ്‌രിബ്, ഇശാ അങ്ങനെ 5 വഖത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം 7 ദിവസം അങ്ങനെ പതിവാക്കുക. എന്നിട്ട് രാജാതിരാജനായ റബ്ബിനോട് നമുക്ക് നല്ലൊരു വഴി, കാരണം അള്ളാഹു ആണ് നമ്മുടെ വഴികൾ. ഓരോരുത്തരുടെ കാര്യം നമ്മൾ ചിന്തിച്ചു നോക്കണം. നമ്മുടെ രാജ്യത്തിന്റെ അനുഭവങ്ങൾ നമുക്കറിയാലോ. ഒന്നുമല്ലാതെ ജീവിച്ചിരുന്ന ആളുകൾ രാജ്യത്തിന്റെ വലിയ ഉന്നതമായ തലങ്ങളിലേക്ക് എത്തിയ വലിയ വലിയ മന്ത്രിമാർ, പ്രധാനമന്ത്രിമാർ വരെ ആയവരുടെ ചരിത്രം പരിശോധിച്ചാൽ അവർ നേരത്തെ പഠിക്കുന്ന കാലത്തോ അല്ലെങ്കിൽ ചെറിയ കുട്ടിയാകുമ്പോഴോ പലപ്പോഴും ഒരു 40-50 വയസ്സ് വരെ പോലും അവര് ഞാൻ പ്രധാനമന്ത്രിയാകും എന്ന് പ്രതീക്ഷിച്ചതല്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉന്നതമായ തലത്തിലേക്ക് വലിയ വലിയ സമ്പന്നന്മാർ, വലിയ വലിയ ബിസിനസ്സുകാർ, അവരൊന്നും ചെറുപ്പത്തിൽ അതിനുവേണ്ടി പഠിച്ചതോ അതിനുവേണ്ടി പ്രവർത്തിച്ചതോ അല്ല. അതൊക്കെ ഓരോ വഴികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്ന് തരികയാണ് പതിവ്. നമ്മളൊക്കെ ചിലപ്പോ പല ആളുകളും ഇപ്പൊ കേരളത്തിൽ തന്നെ ഒരു പഠനം നടത്തിയാൽ പഠിച്ച കോഴ്സുകൾക്കനുസരിച്ചാണോ പലപ്പോഴും പല ആളുകൾക്കും ജോലി കിട്ടിയത്. മറ്റു രംഗത്തായിരിക്കും ചിലപ്പോൾ മികവ് പുലർത്താനായി സാധിക്കുക, പഠിച്ചത് വേറെ കോഴ്സായിരിക്കും. MBBS പഠിച്ച് ആ രംഗം വിട്ട് ബിസിനസ്സുകാരായ എത്ര ആളുകളുണ്ട്. അവരുടെ കോഴ്സും യോഗ്യതയും MBBS ആണ്, പക്ഷെ അവര് തിളങ്ങിയത് ബിസിനസ് രംഗത്താണ്. അല്ലെങ്കിൽ MBA പാസ്സായ ആളുകൾ അവർ മറ്റുള്ള ഏതെങ്കിലും ഫീൽഡിലാണ് അവർ തിളങ്ങിയത്. അപ്പോൾ ജോലി, തൊഴില്, സാമ്പത്തിക വഴി എന്നതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്നത് വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതൊരു ഗൈബായ വിശ്വാസത്തിനപ്പുറം നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു വിശ്വാസത്തിന്റെ അടിത്തറ കൂടിയാണ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഈ അമൽ ചെയ്ത്, ഈ കാര്യം ചെയ്ത് ഒരാഴ്ചക്ക് ശേഷം അള്ളാഹുവിനോട് നല്ല ഒരു തൊഴിൽ, നല്ല ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയവർക്കൊക്കെ നല്ല വഴികൾ, അത് കച്ചവട രംഗത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും തൊഴിൽ രംഗത്തോ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന നല്ലൊരു വഴി അവർക്കൊക്കെ തുറന്നു നൽകട്ടെ. നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടും ഇല്ലാതെ സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും വഴികൾ സാമ്പത്തിക രംഗത്ത്, തൊഴിൽ രംഗത്ത് അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും അള്ളാഹു തുറന്നു തരട്ടെ എന്ന് ആത്മാർത്ഥമായി